ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സേറാസ് കളക്ഷൻസ്. ഇന്ന് വന്നിരിക്കുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലുമായിട്ടാണ് കേട്ടോ. നമ്മുടെ ചാനലിൽ നമ്മൾ ഇതുവരെ കൊണ്ടുവരാത്തത് ഒരു കാര്യമാണ്. പക്ഷേ എന്നോട് ഒത്തിരി പേരായിട്ട് ഇങ്ങനെ കമൻസിലൊക്കെ ചോദിക്കാറുണ്ട്, എന്താണ് പറയേണ്ടത്, നമ്മൾക്ക് ഈ ഇക്കത്തിൻ്റെ അതുപോലെ ഇക്കത്ത് ഡിസൈനുള്ളത്, കലംകാരി ഡിസൈനുള്ളതൊക്കെ ബ്ലൗസ് കൊണ്ടുവരാമോ സെറ്റായിട്ട്? നമുക്ക് സ്റ്റിച്ച്ഡ് ബ്ലൗസ് വരുമല്ലോ, അത് സ്റ്റിച്ച്ഡ് ബ്ലൗസ് കിട്ടുമല്ലോ, അപ്പോൾ അത് കൊണ്ടുവരാമോ എന്ന് കുറേ പേര് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ അതിങ്ങനെ കുറച്ച് നാളായി വിചാരിച്ച് ഇപ്പോഴാണ് അതൊന്ന് പോസിബിളായത് കേട്ടോ. ഇപ്പോഴാണ് അത് നടപ്പിൽ വരുത്താൻ പറ്റിയത്. അപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ടത് നോക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ വേറെ മെറ്റീരിയൽസൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇപ്പം കിട്ടിയപ്പോൾ ഞാൻ വളരെ കുറച്ച് പീസസ് കേട്ടോ, ഒത്തിരി ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഞാൻ പറയാറില്ലേ, ഞാൻ ആദ്യം കൊണ്ടുവരുമ്പോൾ എപ്പോഴും കുറച്ച് പീസൊക്കെ കൊണ്ടുവരാറുള്ളൂ. ആദ്യമാണെങ്കിൽ ഈ ബംഗാൾ കോട്ടൻ്റെ സാരികളൊക്കെ കൊണ്ടുവരുമ്പോൾ ഞാൻ വളരെ കുറച്ചേ കൊണ്ടുവരാറുള്ളൂ. പക്ഷേ ഇപ്പോൾ ബംഗാൾ കോട്ടൻ്റെ ഒത്തിരി പേർക്ക് താല്പര്യം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ കൂടുതൽ സാരികൾ ഇപ്പോൾ കൊണ്ടുവരുന്നുണ്ട്, പലപ്പോഴായിട്ട് കാണിക്കുന്നുണ്ടല്ലോ. അതുപോലെയാണ് ഏത് മെറ്റീരിയലും നിങ്ങൾക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ അതിനൊരു ഡിമാൻഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു 4 ടൈപ്പ് ബ്ലൗസ് ഉണ്ട് കേട്ടോ. 4 ടൈപ്പ് ബ്ലൗസ് എന്ന് പറഞ്ഞാൽ 2 എണ്ണം ഇക്കത്ത് പാറ്റേണിൽ വരുന്നത്, ഒന്ന് കലംകാരി പാറ്റേണിൽ വരുന്നത്, പിന്നെ ഒരെണ്ണം കുറച്ചൊരു ലൈൻ പാറ്റേണിൽ വരുന്നത്. ഞാൻ ഓരോന്നായിട്ട് കാണിക്കാം കേട്ടോ. നോക്കിക്കോളൂ, ഇതാണ് ഫസ്റ്റ് ബ്ലൗസ് വരുന്നത്. ബ്ലാക്കിനകത്ത് കലംകാരി പ്രിൻ്റാണ് വരുന്നത്. ഇതാ ഇങ്ങനെ വരും ബ്ലൗസിൻ്റെ ഡിസൈൻ, കണ്ടോ. ഇതിനകത്ത് ഈ കാണുന്നത് കുറച്ചൊരു ഗോൾഡൻ പോലത്തെ ഒരു വർക്കല്ല, ഒരു എന്താ പറയേണ്ടത്, അതൊരു പെയിൻറ്റ് പോലെയോ എന്തോ ആണ്. പക്ഷെ അതിങ്ങനെ നമുക്ക് ഇങ്ങനെ ഞാനിപ്പോൾ ഇതിങ്ങനെ പയ്യെ ഇങ്ങനെ ചെയ്തിട്ടും അത് പോകുമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ നമ്മൾ ഇപ്പം ഒന്ന് മാഞ്ചി നോക്കി ഒക്കെ നമ്മൾ അനക്കുമ്പോഴത്തേക്കും അത് പോവോ, അങ്ങനെ പോകണ ടൈപ്പല്ല കേട്ടോ. അതാ ഇങ്ങനെയാണ് ബ്ലൗസിൻ്റെ ഡിസൈൻ വരുന്നത്, കണ്ടോ. കലംകാരി പ്രിൻ്റാണ് വന്നിരിക്കുന്നത്, ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത്, നല്ല ബ്ലാക്കാണ്. അപ്പോൾ ബ്ലാക്കിനകത്ത് ഇങ്ങനെ പല കളേഴ്സ് ആയതുകൊണ്ട് നമുക്ക് പല സാരികളുടെ കൂടെ പെയർ ചെയ്തിട്ട് നമുക്കിത് ഉടുക്കാൻ പറ്റും. ഇതിനകത്ത് ഇതാ ഒരു യെല്ലോയിഷ് ടിൻ്റ് ഉണ്ട്, ഒരു റെഡിഷ് ടിൻ്റ് ഉണ്ട്, റെഡിഷ് അല്ല ഒരു മെറൂൺ റെഡിഷ് ഉണ്ട്, ഒരു എന്താ പറയേണ്ടത് ഒരു ഗോൾഡൻ ടച്ച് ഉണ്ട്. അപ്പോൾ നമുക്ക് യെല്ലോയിൻ്റെ കൂടെ പോകും. അതുപോലെ ഒരു ബ്ലൂയിഷ് ടച്ച് ഉണ്ട്, അപ്പോൾ അത് ബ്ലൂ സാരികളുടെ കൂടെ പോകും. ഇങ്ങനെ പല സാരി, പിന്നെ ബ്ലാക്കിൻ്റെ കൂടെ എന്തായാലും പോകുമെന്ന് പറയേണ്ട, വൈറ്റിൻ്റെ കൂടെയും പോകും. അപ്പോൾ ഇങ്ങനെ പല സാരികളുടെ കൂടെ, കാരണം ഇതിനകത്ത് പല കളേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ പല കളേഴ്സ് സാരികളുടെ കൂടെ നമുക്ക് ഇടാൻ പറ്റും. ഇതാണ് ബ്ലൗസ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ മുകളിൽ കെട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അവിടെ നിന്ന് ഇപ്പോൾ ഇത് കർണാടകയിൽ നിന്ന് അവിടെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്നതാണ്. അപ്പോൾ അവർക്ക് ഇതൊരു കെട്ട് അവിടെ ഒരു ഭയങ്കര ഫാഷനാണ്, അതുകൊണ്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഇനി നമുക്കിത് വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അവിടെ ഒരൊറ്റ ഇവർ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ളൂ 2 സൈഡിലും. ഈ സ്റ്റിച്ച് അങ്ങോട്ട് പൊട്ടിച്ചെടുത്താൽ ഈ കെട്ട് ഇങ്ങോട്ട് നമുക്ക് അഴിച്ചെടുക്കാം. വേണ്ടാന്നുള്ളവർക്ക് ഒരു പ്രോബ്ലം ഇല്ല കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഈ ശരിക്കും ഇങ്ങനെ വെക്കുന്നത്, ഈ തോള് നമുക്ക് മിക്കവാറും ചിലപ്പോൾ ബ്ലൗസ് തയ്ക്കുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് ഊർന്ന് പോകുമല്ലോ. അപ്പോൾ അങ്ങനെ പോവാണ്ടിരിക്കാനായിട്ടാണ് ഇവർ ഈ കെട്ട് അധികവും വെക്കുന്നത്. പിന്നെ അതൊരു ഭംഗിയാണ്, അത് വേറെ കാര്യം. പക്ഷേ ഇതിങ്ങനെ നമ്മൾ വലിച്ച് കെട്ടുമ്പോൾ 2 സൈഡിലേക്കും കെട്ടുമ്പോൾ അതൊരു ഭംഗിക്ക് അതങ്ങനെ ആ ഭംഗി ഇരിക്കുകയും ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ ഈ 2 സൈഡിൽ നിന്നും ഇങ്ങനെ നമുക്ക് താഴത്തേക്ക് ബ്ലൗസ് ഇറങ്ങി പോകുമല്ലോ, അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. അപ്പോൾ അത് 2 കാര്യങ്ങൾ വെച്ചിട്ടാണ് അവരിതിങ്ങനെ തയ്ക്കുന്നത്. നല്ല യൂനിക്കിലാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് ബ്ലൗസ് വരുന്നത്. നല്ല ലൈനിങ് ഇട്ട് തയ്ച്ചിരിക്കുന്ന ബ്ലൗസാണ്, കോട്ടൺ ലൈനിങ് ആണ്. ഈ മെറ്റീരിയലും പ്യുവർ കോട്ടൺ ആണ്, ലൈനിങ്ങും നല്ല കോട്ടൺ ലൈനിങ് ആണ്. നമ്മൾക്ക് ഇതിൻ്റെ സ്ലീവിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ബ്ലൗസിൻ്റെ ലെങ്ത് ഇല്ലേ, സ്ലീവ് ലെങ്ത് ഇല്ലേ, ഇതൊക്കെ ഉണ്ടോ. ഇതാണ് എൻ്റെ ഈ ബ്ലൗസിൻ്റെ സ്ലീവിൻ്റെ ലെങ്ത്. നിങ്ങൾ നോക്കിക്കോളൂ, ഇത്രയും ലെങ്ത് ഇതിന് കിട്ടും കേട്ടോ. ഇതൊരു 10.5 11 ഒക്കെയാണ് കിട്ടുന്നത്. ഇത് എൻ്റെ ഇത്രയും പൊക്കം ഇല്ലാത്തവർക്കാണെങ്കിൽ ഇത് ശരിക്കും ഈ എൽബോയിൻ്റെ ഇവിടം വരെ വരും. അപ്പോൾ എൻ്റെ ഹൈറ്റൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇത്രേ കിട്ടുകയുള്ളൂ. ഇത് ശരിക്കും 10.5 ആയത്. അപ്പോൾ ആ സെയിം ലെങ്താണ് ഇത് വരുന്നത് കേട്ടോ. നിങ്ങൾ ഈ കെട്ട് കണ്ടിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പുറകിലെ കെട്ട് നമ്മുടെ നാട്ടിൽ ഒട്ടും ഒരു ഫാഷനല്ല. ചില കൊച്ചു പിള്ളേരൊക്കെ ഇടാറുണ്ട്. നമ്മൾ ഒത്തിരി പ്രായമായി, എൻ്റെ പ്രായമൊപ്പം അങ്ങനെ എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഏകദേശമൊക്കെ എൻ്റെ കുറച്ചൊരു പ്രായമൊക്കെ ഉള്ളവരാണെന്ന് എനിക്ക് തോന്നുന്നു, അല്ലാത്തവരും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മൾക്ക് ഈ പുറകിൽ ഈ ഒരു കെട്ടൊന്നും നമുക്ക് അത്ര ഇതില്ല. അപ്പോൾ അത് ഈസി ആയിട്ട് നമുക്ക് ഇവിടുന്ന് ഈ ഒരൊറ്റ സ്റ്റിച്ച് കഴിച്ചാൽ മതി. അത് നമുക്ക് 2 സൈഡിൽ നിന്ന് അങ്ങ് വെടിയിച്ചിട്ട് ഈ സാധനം അങ്ങ് പൊക്കോളൂ. അങ്ങനെ തന്നെ ഇതാണ് ബ്ലൗസ് വരുന്നത് കേട്ടോ. ഫസ്റ്റ് ബ്ലൗസ് ഇതാണ്, കണ്ടില്ലേ.
ഇത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് 40, 42, 44 പ്യുവർ കോട്ടൺ ആണ് കേട്ടോ. പ്യുവർ കോട്ടൺ, ഒരു മിക്സും ഇല്ല ഇതിനകത്ത്. 40, 42, 44 ആണ് നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സൈസസ്. ഇനി അടുത്തത് നോക്കിക്കോ. അതിന് ഇതിൻ്റെ റേറ്റ് 490 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. ഞാനിപ്പോൾ ഇത് ഫസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് കൊണ്ട് ഈ പ്രാവശ്യം ഇത് ഫ്രീ ഷിപ്പിങ്ങിലാണ് തരുന്നത് കേട്ടോ. അപ്പോൾ എന്നും ഫ്രീ ഷിപ്പിംഗ് ചോദിച്ചേക്കല്ലേ, ഈ പ്രാവശ്യം ഫ്രീ ഷിപ്പിങ്ങിലാണ്. 490 രൂപയും ഫ്രീ ഷിപ്പിങ്ങുമാണ് കേട്ടോ. അടുത്തത് നോക്കിക്കോ. അതാ കളർ ഇത് കണ്ട, ഈ ഒരു പിങ്ക് കളറാണ് വരണേ കേട്ടോ. ഇങ്ങനെ വരും ബ്ലൗസ് കേട്ടോ. ഇക്കത്തിലാണ് ഡിസൈൻ വരുന്നത്. നല്ല പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ട് ഇതിൻ്റെ കഴുത്ത് കണ്ടോ, ഇതിൻ്റെ ഈ സ്ലീവൊക്കെ നല്ല ഇതിൻ്റെ കഴുത്തിൻ്റെ ഇവിടെ ഒക്കെ കണ്ടോ, നല്ല പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ട് അവർ തയ്ച്ച് വെച്ചിട്ടുണ്ട് കണ്ടോ. വെറുതെ ഇങ്ങനെ അടിച്ചു വിട്ടേക്കുമല്ല, അവർ പൈപ്പിങ്ങിൻ്റെ ഡീറ്റെയിൽ അതിന് പുറകിലും ഉണ്ട് ഫ്രണ്ടിലും ഉണ്ട് കേട്ടോ. ഇതാ കണ്ടോ. ഇതൊരു പിങ്ക് കളറാണ്. ഇപ്പോൾ ഈ കാണുന്ന ഒരു കളറില്ലേ, ഈ ഒരു കളർ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ വരണത്. നല്ലതാണ് ലൈനിങ്, ഉള്ളിൽ നല്ല ലൈനിങ് ഒക്കെ വെച്ചിട്ട് ഇവിടെയാണെങ്കിൽ നല്ല നോക്കിക്ക് ഒരു പടി പോലെയൊക്കെ കറക്റ്റായിട്ട് വെച്ചിട്ടാണ് അവരെല്ലാം തയ്ച്ചിരിക്കുന്നത്. ഞാൻ ഈ ബ്ലൗസ് ഒരെണ്ണം ഇട്ട് നോക്കി, എനിക്ക് 44 സൈസ് ഇതിൻ്റെ പാകമാണ്. പക്ഷേ ഇത്തിരി ഒരു ലൂസ് വരുന്നുണ്ട്, ഒരല്പം ലൂസ് എനിക്ക് 44-ൽ വരണുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ 44 എടുത്താൽ 44-കാർക്കും ഈവൻ ഒരു 44-ൽ അല്പം കൂടി വരുന്ന ഒരു 46-കാർക്കും കൂടെ വേണമെങ്കിൽ ഈ ബ്ലൗസ് പാകമാവും. കാരണം ഇതിനെ എനിക്ക് തന്നെ ഇട്ടിട്ട് എനിക്ക് 44-ൻ്റെ സൈസാണ്. പക്ഷേ എനിക്കിത് ഇട്ടിട്ട് ഒരല്പം ലൂസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഇടാത്തത് കേട്ടോ. ഇങ്ങനെയാണ് ബ്ലൗസ് വരുന്നത്, കണ്ടില്ലേ. അതിപ്പോൾ ഇക്കത്ത് പാറ്റേണിലാണ് വരുന്നത്. ഇതും എന്താ ഒരു ഇക്കത്ത് പ്രിൻറ്റിലാണ് വരുന്നത്. ഇത് എന്താ പറയേണ്ടത്, ബ്ലാക്കിൽ ഒരു ബ്ലൂയിഷ് ഇക്കത്ത് ഡിസൈനാണ് പോകുന്നത് കണ്ടോ. ഞാൻ ഈ ബ്ലാക്ക് എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ബ്ലാക്ക് നമുക്ക് കോമൺ ആയിട്ട് പലതിൻ്റെ കൂടെ ഇടാലോ എന്ന് ഓർത്തിട്ടാണ് ഈ ബ്ലാക്ക് തന്നെ ഞാൻ അധികം തന്നെ സെലക്ട് ചെയ്തെടുത്തത്. എല്ലാത്തിനെയും ഈ കെട്ട്, ആ ബ്ലൗസിന് ഇപ്പോൾ ഈ കാണിച്ചതിനകത്ത് ആ പുറകിലുള്ള കെട്ട് വരണില്ല കേട്ടോ. ഇതങ്ങനെ ഇല്ലാണ്ട് തന്നെയാണ് ഇത് വരുന്നത്, അതിനകത്തതില്ല. ബാക്കി ഇതിനകത്തൊക്കെ ഇതുണ്ട്, പുറകിലുള്ളതായി ഉണ്ടല്ലോ, ഈ ഇങ്ങനെ ഒരു കെട്ട് വരുമില്ലേ, അതുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, അതായത് ഇവിടുന്ന് ഈ ഒരു സ്റ്റിച്ച് നമുക്ക് അഴിച്ചാൽ ഇതായത് ഇങ്ങനെ അഴിച്ച് കളയാം. ഇതിവിടെ ഒരൊറ്റ സ്റ്റിച്ചിൽ ഇതിങ്ങനെ ഒരു വള്ളി പോലെ ഇവിടെ വെച്ചിട്ട് കൊടുത്തേക്കും, അതങ്ങോട്ട് അഴിച്ച് കളഞ്ഞാൽ മതി. വേണ്ടെങ്കിൽ വേണ്ടവർക്ക് വയ്ക്കാം. അതും ഒരു ഫാഷനായിട്ട് അത് വേണമെങ്കിൽ വയ്ക്കാം. ഇങ്ങനെയാണ് വരുന്നത് ബ്ലൗസ്. ഉള്ളിൽ കണ്ടോ കോട്ടൺ ലൈനിങ് കണ്ടില്ലേ, ബ്ലൗസിൻ്റെ ലൈനിങ് കണ്ടുകൂടെ, ഇതാ ലൈനിങ് ഇട്ട് തയ്ച്ചേക്കണ ബ്ലൗസാണ് കേട്ടോ. എല്ലാ ബ്ലൗസിനും നല്ല കോട്ടൺ ലൈനിങ് ഉണ്ട്. ലൈനിങ് മാത്രമല്ല, ഈ തന്നിരിക്കുന്ന മെറ്റീരിയലും, ഈ മെറ്റീരിയലില്ലേ, ഇതും നല്ല കോട്ടൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ ലൈനിങ് ഇല്ലാണ്ട് തയ്ച്ചാലും എനിക്ക് തോന്നുന്നു ഇതിടാൻ പറ്റുമെന്ന്. പക്ഷേ അവർ നല്ല ലൈനിങ് ഇട്ടിട്ടാണ് ഇത് തയ്ച്ചേക്കണത്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു സീ ത്രൂ ആവുമെന്നോ അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ വരും ബ്ലൗസ് കേട്ടോ. ഇതാണ് മൂന്നാമത്തെ പാറ്റേൺ. ഇനി ഇതിനകത്ത് ഒരെണ്ണം കൂടെ ഉണ്ട്, അതൊരു ഗ്രീനിലാണ് വരുന്നത്. ബ്ലൗസ് ഇതിങ്ങനെ ഗ്രീനിലാണ് വരുന്നത്. ഇത്രയും കാണുന്ന അത്രയും ഗ്രീനല്ല, കുറച്ചും കൂടി ഇതിനൊരു ലൈറ്റാണ് കേട്ടോ. ഇതിൻ്റെ ഈ ഇവിടെ വരുന്ന കളർ കുറച്ചും കൂടെ ലൈറ്റാണ്. ഇതിനകത്ത് ഒത്തിരി ഡാർക്കായിട്ടാണ് കാണുന്നത്. ഇതിനകത്ത് ഇപ്പോൾ നോക്കുമ്പോൾ എൻ്റെ ഈ സാരിയുടെ ഗ്രീനിനേക്കാളും ഗ്രീനായിട്ടാണ് ഇത് കാണുന്നത്. അങ്ങനെയല്ല, ഇപ്പോൾ എൻ്റെ സാരിക്ക് ഒരു ഗ്രീൻ കാണുന്നില്ലേ, ഈ ഗ്രീനിനേക്കാളും ലൈറ്റായിട്ടുള്ള ഒരു ഗ്രീനാണിത്. പക്ഷേ ഇതിലിപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഇത് ഡാർക്കായിട്ടാണ് കിട്ടുന്നത്. ഈ ഗ്രീൻ ഇത്രയും ഡാർക്കല്ല. ഞാൻ കുറച്ച് നീങ്ങി നിന്ന് നോക്കട്ടെ. ഇപ്പോഴും ഇതിൻ്റെ ലൈറ്റിൻ്റെ നമുക്ക് കിട്ടണില്ല. ഇത്രയും ഡാർക്കായിട്ട് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. ഇതിൻ്റെ കുറച്ചും കൂടെ ലൈറ്റ് കളറാണ് ഈ ഗ്രീൻ കേട്ടോ. ഇങ്ങനെ വരും. ഇത് മിക്കത്തിൽ വരുന്ന ബ്ലൗസാണിത്. ഇങ്ങനെയാണ് പ്രിൻ്റ് വരുന്നത്. ഇതിന് കെട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ കെട്ടാതെ ഇങ്ങനെ ഇത് കെട്ടാതെ വെച്ചിരിക്കുവാണ്. വേണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ അങ്ങ് അഴിച്ച് കളഞ്ഞാൽ മതി. വേണമെങ്കിൽ വേണ്ടവർക്ക് അത് കെട്ടിയിട്ട് യൂസ് ചെയ്യാം. ഈ ബ്ലൗസിന് വെറുതെ 490 രൂപ ഞാൻ വാങ്ങിക്കുന്നുള്ളൂ. നമുക്കറിയാലോ, ഇതുപോലെ നല്ല ലൈനിങ് ഇട്ടിട്ട് ഇതുപോലെ പൈപ്പിംഗ്, അതായത് നല്ല പൈപ്പിങ്ങിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ട് ഇത് തയ്ച്ചേക്കണേ കണ്ട. ഇങ്ങനെ പൈപ്പിങ്ങും ഇട്ട് ലൈനിങ്ങും ഇട്ടൊക്കെ ഒരു ബ്ലൗസ് തയ്ച്ച് കിട്ടണമെങ്കിൽ നമുക്ക് 500 രൂപ കൊടുക്കാണ്ട് ഒരു ടൈലറിങ് ഷോപ്പിൽ നമുക്കിപ്പം തയ്ച്ച് കിട്ടത്തില്ല. ആ സ്ഥലത്താണ് ഇത് 490 രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങും വെച്ചിട്ട് ഞാൻ തരണത്. അപ്പോൾ ഇത് എത്രയ്ക്ക് നിങ്ങൾക്ക് ഇത്
ലാഭമാണ്, പ്രോഫിറ്റബിൾ ആണെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചോളണം. പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്ന് മനസ്സിൽ വെക്കണം. ഇത് ഇത്രയും കാണുന്ന ഡാർക്കല്ല, കുറച്ചും കൂടെ അടുത്ത് വരുമ്പോൾ ഇത്രയും കൂടെ ലൈറ്റ് ആവുന്നുണ്ട്. പക്ഷേ ഇതിലുമൊക്കെ ഒരു കുറച്ചും കൂടി ഒരു പച്ച, ശരിക്കും നമുക്ക് ആ ഒരു ഇല പച്ചയുടെ കളറില്ലേ, എൻ്റെ ഈ സാരിക്കൊക്കെ ഇച്ചിരി കൂടി ഒരു പച്ച തോന്നണില്ലേ, ഇതിന് കുറച്ചും കൂടി ഒരു ഡാർക്ക്നെസ്സാണ് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു കളറല്ല, പച്ച കളറാണ് വരുന്നത് കേട്ടോ. ഇലയുടെയൊക്കെ പച്ചയുടെ ഡാർക്ക് വരില്ലേ, ആ ഒരു പച്ച കളർ തന്നെയാണ് ഇതിന് വരുന്നത് കേട്ടോ. അല്ലാതെ ഇതിപ്പോൾ ഒരു ഇങ്ങനെ എന്താണ് ഒരു ഇരുണ്ട കളറാണ് വരുന്നത്, അങ്ങനെയല്ല. ഒരു എന്നാ പറയേണ്ടത്, നല്ലൊരു പച്ച, നമ്മളിപ്പോൾ ഇലയിൽ നല്ല പച്ച കാണില്ലേ, അതുപോലത്തെ പച്ച കളറാണ് കേട്ടോ. ഇതുപോലത്തെ പ്രിൻറ്റും. ഇതിൻ്റെ റേറ്റ് വരുന്നത് 490 രൂപയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിൽ വെച്ചോളണം. ഒരു ബ്ലൗസ് നമ്മൾ തയ്ക്കാൻ കൊടുത്താൽ നമുക്ക് 500 രൂപയാണ് സ്റ്റിച്ചിങ് ചാർജ്. ലൈനിങ് ഇട്ടിട്ട് നന്നായിട്ട് തയ്ക്കുന്ന ഒരു ടൈലറുടെ കയ്യിൽ കൊടുത്താൽ ഒരുവിധം നന്നായിട്ട് തയ്ക്കുന്ന ഒരാൾ 500 രൂപ മേടിക്കും. കുറച്ച് ബൂട്ടിക്കിലൊക്കെയാണ് കൊടുക്കണമെങ്കിൽ അവർ 550 600 ഒക്കെ മേടിക്കും. അത് വേറെ കാര്യമാണ്, നമ്മളൊരു നോർമൽ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആ സ്ഥാനത്താണ് ഇത് 490 രൂപ. തുണിയും ലൈനിങ്ങും തയ്ച്ചതും എല്ലാത്തിനും കൂടെ 490 രൂപ, അതിൻ്റെ കൂടെ ഫ്രീ ഷിപ്പിങ്ങും കൂടെ. ഓക്കെ, അപ്പോൾ അതുപോലെയാണ് ഈ ബ്ലൗസ്. ഇപ്പോൾ 4 ബ്ലൗസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ലൊരു എന്താ പറയേണ്ടത്, നല്ലൊരു ചാൻസാണ്. ഈ ചാൻസ് എല്ലാവരും അവൈൽ ചെയ്യുക. 40, 42, 44 ഈ 3 സൈസാണ് നമുക്കുള്ളത്. ഒരു കാരണവശാലും വലിയ സൈസ് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം 40 എന്ന് പറഞ്ഞാൽ 40-കാർക്കേ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു 42, ഈവൻ കുറച്ചൊരു 42-ൽ അല്പം കൂടെ വരുന്ന ആൾക്കും കൂടെ ആ 42 വേണമെങ്കിൽ പാകമാവും. കാരണം ഇതൊരല്പം വലിയ സൈസിലാണ് വന്നിരിക്കുന്നത്. ഒട്ടും നിങ്ങൾ സൈസ് കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം അത് അതിൻ്റെ ആവശ്യം വരത്തില്ല. കാരണം ഇതൊരല്പം ലൂസ് ഫിറ്റിലാണ് വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ 44 എനിക്ക് ഇച്ചിരി ലൂസാണ്, എനിക്ക് കറക്റ്റ് ഫിറ്റിംഗ് ആ 44. അപ്പോൾ എനിക്ക് ഈ ബ്ലൗസ് ഇട്ട് നോക്കുമ്പോൾ എനിക്ക് കുറച്ച് ലൂസാണ് വരുന്നത്, കൈയൊക്കെ നല്ല ലൂസായിട്ടാണ് വരുന്നത്. പക്ഷെ ഞാനതിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ചിലർക്ക് കൈക്കായിരിക്കും തടി, ചിലർക്ക് ബോഡിക്കായിരിക്കും തടി. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് വേണമെങ്കിൽ അതിൻ്റെ എവിടെയെങ്കിലും ഒന്ന് ഫിറ്റിങ് ചെയ്യിച്ചോളൂ. അതിന് കൂടിയ ഒരു 10-20 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരടിപ്പൊക്കെ അടിച്ച് തരാനായിട്ട് ഏത് തയ്യൽക്കാരും തയ്ച്ചു തരും. നിങ്ങൾക്കൊക്കെ അടുത്തൊക്കെ ഏതെങ്കിലും തയ്യൽക്കാരുണ്ടാവും, അവരെ കൊണ്ട് വേണ്ടവർക്ക് ചെയ്യിക്കാം. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാവർക്കും വേണ്ടി വരില്ല, വേണ്ടവർക്ക് ചെയ്യിക്കാം. അതുകൊണ്ട് ഇപ്പം ഞാനൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് ഇത് കൈ കുറച്ച് നല്ല ലൂസായിട്ട് വരുന്നുണ്ട്. ഈ ബ്ലൗസിൻ്റെ ഇപ്പോൾ ആ ബ്ലൗസ് ഇടുമ്പോൾ എനിക്ക് കൈ നല്ല ലൂസായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനത് ഇടാത്തത്. അപ്പോൾ അതങ്ങനെ വരുമ്പോൾ നമുക്കിത് ഇങ്ങോട്ട് താഴെ പോണ പോലെ തോന്നും. അപ്പോൾ നമുക്ക് ബ്ലൗസിൻ്റെ ഒരു ഭംഗി കിട്ടൂല. അതുപോലെ ഞാൻ പിന്നെ ബ്ലൗസ് തയ്പ്പിക്കുകയെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് നല്ല സ്ഥലത്തൊക്കെ ബ്ലൗസ് തയ്ക്കുന്ന ആളാണ്. എനിക്കതുകൊണ്ട് അങ്ങനെ ഒരു ഫിറ്റിംഗ് ഇല്ലാത്ത ബ്ലൗസ് ഇടാനായിട്ട് എനിക്ക് അത്ര താല്പര്യവും ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിട്ട് കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കറക്റ്റ് നിങ്ങളുടെ സൈസ് എടുത്താൽ മതി, ഒട്ടും കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ 40 കുറച്ച് ടൈറ്റായിട്ട് നോർമലി വരുന്ന ആൾക്ക് നിങ്ങൾ ഇതിൻ്റെ 40 എടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിരിക്കും. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അതുപോലെ 42 എടുത്താൽ പാകമാവുമോ എന്ന് സംശയം വരുന്ന ഒരാളുകൾ ഉണ്ടാവില്ലേ, നമുക്ക് UXL 42 എനിക്ക് ഇച്ചിരി ടൈറ്റ് ആവുമോ, അങ്ങനെ നിങ്ങൾ വിചാരിക്കേണ്ട. ഇത് 42 എടുത്താൽ മതി. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ മീനിങ് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല. മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര പരത്തി പറഞ്ഞത്. കാരണം ഇതിൻ്റെ സൈസിൽ വരുന്നത് കൊണ്ട് നമുക്കത് ഇങ്ങനെ മാറിപ്പോയാൽ കുറച്ച് ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ 4 ബ്ലൗസിന് വേണ്ടിയിട്ട്. ഞാൻ ഒരുപാട് നിങ്ങളെ പറഞ്ഞങ്ങോട്ട് ബോറടിപ്പിക്കണില്ല, ഇപ്പോൾ തന്നെ ഒത്തിരി പറഞ്ഞു. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അല്ലെങ്കിൽ തന്നെ എൻ്റെ സംസാരം കൂടുതലാണെന്നൊക്കെ കമൻറ്റിൽ കണ്ടു. അതുകൊണ്ട് ഞാൻ അതൊക്കെ നിർത്താനായിട്ട് ശ്രമിച്ചാലും ചിലപ്പോൾ സാധിക്കില്ല. എനിക്കിപ്പോൾ ഞാനായിട്ടല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ, അതാണ് വേറൊരു പ്രോബ്ലം. അപ്പോൾ എന്നാലും ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് നിർത്തുന്നു. നാളെ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.